ADB കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ. നീ എന്തോ പൂഞ്ചാലിരിക്കും എന്റെ ലൈവിനകത്ത് കയറി. ആൾക്കാരെല്ലാം തലകുത്തിട്ടിരിക്കുന്നു. നിനക്ക് രാവിലെ കോടതിയിലൊന്നും പോകണ്ടേ? അല്ല, എന്റെ തത്സമയത്തിൽ വന്നിട്ട് എന്നോട് ചോദിക്കുമോ പണിയൊന്നും ഇല്ലെന്ന്. എന്റെ ജോലി ഞാൻ നല്ലവണ്ണം നന്നായിട്ട് എടുക്കുന്നുണ്ട്. നിന്റെ ജോലി അഡ്വക്കേറ്റ് ജോലിയാണോ? എന്നാ പോയിട്ട് പോ ചെല്ലി കോടതി കയറി. ഇപ്പോഴെന്ത് എത്രയായി സമയം? കോടതി കയറാനുള്ള സമയമായോ? അത് എല്ലാരും കണ്ട് ഇങ്ങനെ പറഞ്ഞു നന്നായത്. ഇപ്പൊ എത്ര സമയമായി? കോടതി സമയമൊക്കെ ഞാൻ മറന്നുപോയി. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരല്ലേ? ഞാൻ ഒരു അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു. എന്റെ അടുത്ത് കൂടുതൽ നീ ഉണ്ടാക്കാൻ വരരുത്. ഞാൻ ജഡ്ജിക്ക് പഠിക്കാനായിട്ട് ഇരുന്ന ആളാ. ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു. കൂടുതൽ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുത്. പൊക്കോ, ഇറങ്ങി പൊക്കോ. ജഡ്ജി ആയാലും അഡ്വക്കേറ്റ് ആയാലും എനിക്ക് ഒന്നുമില്ല. എനിക്കൊരു പുല്ലുമില്ല. ഇന്നെയൊക്കെ ഞാൻ പഠിച്ച ഒരു പാട്ടും പാടിയിരിക്കുക. എനിക്ക് ആരോടും ഒരു ദയവോ ദാക്ഷിണ്യോ ഒന്നുമില്ല. ഞാൻ എന്റെ ക്ഷേത്രവുമായിട്ട് കഴിഞ്ഞു പോവുക. അതുപോലെ നിയമജ്ഞർക്ക് ഇവിടെ എല്ലാ റൂളും ബാധകമാണ്. നിങ്ങൾ ജഡ്ജിയാണ്, വക്കീലാണ്, മറ്റേതാണ്, പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാതിരിക്കരുത്. ഇവിടുത്തെ നിയമങ്ങൾ ഇവിടെ വന്ന് പാലിച്ചിരിക്കണം. പാലിക്കാത്ത പക്ഷം നിങ്ങളുടെ ശരീരം, അതായത് നിങ്ങളുടെ ദേഹത്ത് വരുന്ന ഏതൊരവസ്ഥയ്ക്കും നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി. ഞാനായിരിക്കില്ല. എല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. നിയമപാലകർ ഇവിടെ വന്ന് നിയമം അനുസരിക്കണം. നിങ്ങൾ ഈ സമൂഹത്തിലെ നിയമങ്ങളൊക്കെ പാലിക്കുന്നില്ലേ? പാലിക്കുന്നോ ഇല്ലയോ? നിങ്ങളുടെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങളും ഇവിടെ എന്താണോ ഉള്ളത് അത് പാലിച്ചിരിക്കണം. അല്ലാതുള്ള നിയമജ്ഞർക്കെല്ലാം ഇത് ബാധകമാണ്. എല്ലാവർക്കും ബാധകമാണ്. രാഷ്ട്രീയക്കാർക്കും ഇത് ബാധകമാണ്. പിന്നെ ഈ ക്ഷേത്രം മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. മാറ്റാനൊന്നും